ശ്രീവാസസ്ഥിരേക്ക് നികുതി കുറയ്ക്കുമെന്ന ചോദ്യത്തിന് എല്ലാ ആഴ്ചയും വില കൂടുകയാണ്, അതുകൊണ്ട് എന്തോ കൺഫ്യൂഷൻ ഇമ്പാക്റ്റ് പഠിക്കണം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. വില ഇങ്ങനെ കുത്തനെ കൂടുമ്പോൾ ജനം നട്ടപ്രാന്തെടുത്ത് കഷ്ടപ്പെടും എന്നതിന് അത്രയും പഠനത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. ഏത് സാധാരണ രാഷ്ട്രീയക്കാരന് മനസ്സിലാവുന്ന കാര്യമല്ലേ? കഴിഞ്ഞ സർക്കാർ അടിച്ചേൽപ്പിച്ച 2 രൂപ ഇനിയില്ല എന്ന പ്രഖ്യാപനം നടത്താനുള്ള ബുദ്ധിമുട്ട് എന്താണ്? എന്ത് ഇമ്പാക്റ്റ് പഠനമാണ് ശ്രീ വസന്ത് സിറിയക്? അല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 2 ആഴ്ച പിന്നിടുന്നേ ഉള്ളൂ. നിലവിലെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് ധവളപത്രം തയ്യാറാക്കുന്നത്. അത് പുറത്തു വരികയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ പുറത്തു നിന്ന് ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുന്നുവെന്ന് ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞവരാണ്. എന്നാൽ പൂച്ചയല്ല അവിടെ പെറ്റി കിടക്കുന്നത്, അവിടെ കാട്ടുപന്നിയാണ് പെറ്റി കിടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്കറിയാം. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ കുറച്ചുകൂടി ഒരു ബേസോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം, കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയുടെ മുമ്പിൽ അത് എടുത്തു വെക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതിനുകൂടിയാണ് ഞങ്ങൾക്ക് മാൻഡേറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ധവളപത്രം വരേണ്ടതായിട്ടുണ്ട്. ധവളപത്രം ഇപ്പോൾ ഡോക്ടർ മേരി ജോർജ് ഈ ചർച്ചയിലുണ്ട്, മേരി ടീച്ചറൊക്കെ വ്യക്തമായി പറയും. ഒരു ധവളപത്രം വരുമ്പോൾ സ്വാഭാവികമായും ഖജനാവിൻ്റെ അവസ്ഥ മനസ്സിലാവും, അതാത് വകുപ്പുകളുടെ അവസ്ഥ മനസ്സിലാവും, നമുക്കുള്ള കടം എത്രയാണെന്ന് മനസ്സിലാവും. ആ കടം നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് എത്ര ദീർഘദൂര വ്യാപകമാണ് എന്നത് മനസ്സിലാവും. അത് മനസ്സിലാക്കിയ ശേഷം വേണം ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ. അല്ലാതെ ഒരു ഇമോഷണൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ കൂടുന്ന കാര്യമല്ല പറയുന്നത്. ഇപ്പൊ ഇന്ധന വില ആഴ്ചയ്ക്ക് മേപ്പോട്ട് കൂടുന്ന കാര്യമല്ല പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കൂടിയതിന്റെ കണക്ക് നോക്കി തലപെരുക്കും. ആ കാര്യമല്ല പറയുന്നത്. അതൊന്നും ഇല്ലാതെ 2 രൂപ അധികമായി അടിച്ചേൽപ്പിച്ചു ഇല്ലേ? ആ 2 രൂപ കട്ട് ചെയ്താൽ തന്നെ 10,500 രൂപ കൂടി ലാഭം ഇപ്പോഴുണ്ട്. എങ്ങനെ ഈ പറയുന്ന ഇപ്പോൾ ആഴ്ചക്കാഴ്ച കൂടുന്നതിൽ സംസ്ഥാന ഖജാനയിലേക്ക് കൂടി ആ അധിക നികുതിയുടെ ഇമ്പാക്റ്റ് വന്ന് വീഴുന്നുണ്ട്. ആ 2 രൂപ ഒരു സങ്കീർണതയല്ലാതെ എടുത്തു കളയാം. എടുത്തു കളഞ്ഞ് ആവശ്യപ്പെട്ടവരാണ് നിങ്ങൾ. അത് ചെയ്യണ്ടേ വസന്ത്? അല്ല, നോക്കൂ ഹാഷ്മി, ഇപ്പം നമ്മൾ വിലക്കയറ്റത്തെ നമുക്ക് പെട്രോൾ വില എടുത്തു മാറ്റിക്കൊണ്ട് മാത്രമല്ല എന്ത് ചെയ്യാൻ പറ്റുക, ഡിഫെൻഡ് ചെയ്യാൻ പറ്റുക. വിലക്കയറ്റം സർവ്വവ്യാപിയായി മാറിയിരിക്കുകയാണ്. ഏകദേശം ഈ പറയുന്ന പെട്രോൾ ഡീസൽ പ്രൈസ് ഹൈക്ക് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ 10 രൂപയ്ക്ക് പെറോട്ട കഴിച്ചിരുന്നിടത്ത് ഇന്ന് 15 രൂപ കൊടുക്കണം അല്ലേ? ഒരു ചായക്ക് 15 to 20 രൂപയാണ് സാധാ കടകളിലേക്ക് വർദ്ധിച്ച്. 5 രൂപയുടെ വർധനവ് ഒരു ചായക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ പെട്രോൾ വിലയിലൊരു സെസ്സിലൊരു മാറ്റം ഉണ്ടാക്കിയതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം, ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് അത് ജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ തക്ക മണ്ടത്തരം ഏതായാലും തോമസ് ഐസക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ UDF ഗവൺമെന്റിന് ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് അതിന് മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണ് ആവശ്യം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ എന്താണ് ആവശ്യം? അതിന് സപ്ലൈകോകൾ, ഇതെല്ലാം ആയിക്കോട്ടെ. എന്റെ ചോദ്യം ശരിയാണ്. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള ഭാഷയല്ല ഭരണത്തിലിരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ആ ഭാഷയിലെ സ്വരമാറ്റം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അത് ഒരുപക്ഷെ സ്വാഭാവികമാകും താനും. എൻ്റെ ചോദ്യം, ഈ 2 രൂപ എന്ന് പറയുന്നത് അക്രമമാണ്, ഇത് കൊള്ളയാണ്, അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യന്മാരെ പിടിച്ചുപറിക്കലാണ്, ഇത് ശാസ്ത്രീയമല്ല എന്നൊക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞവരല്ലേ നിങ്ങൾ? ആ 2 രൂപ കട്ട് ഓഫ് ചെയ്യുന്നതിന് എന്താണ് നിങ്ങൾക്ക് മുന്നിലെ തടസ്സം, പ്രതിബന്ധം? ആഴ്ചക്കാഴ്ച ഇപ്പോൾ വില കൂടുന്നത് പ്രതിബന്ധമാണോ? അല്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ സർക്കാരിന് വലിയ കടബാധ്യതയുണ്ട്. ആ കടബാധ്യത ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ പൊതുവിതരണ സംവിധാനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. സപ്ലൈകോയിലുണ്ട്, നെല്ല് സംരംഭകർക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ വലിയ കടം ഈ കഴിഞ്ഞ സർക്കാർ ഇറക്കി വെച്ചിട്ട് തോളിലേക്ക് വിഴുപ്പ് ഭാണ്ഡം എടുത്തു വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് ചുമന്നുകൊണ്ട് നടന്നോ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൊതു സംവിധാനത്തെ മുഴുവൻ തകർക്കുന്നതിലേക്ക് പോകും. അപ്പോൾ നിലവിൽ സർക്കാരിന് വരുന്ന ഒരു വരുമാന മാർഗം കട്ട് ഡൗൺ ചെയ്യുമ്പോൾ മറ്റൊരു വരുമാന മാർഗം കണ്ടെത്താതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇത് ഡേ ടു ഡേ അഫയേഴ്സ് ആണെന്നേ. ഇത് സപ്ലൈകോയ്ക്ക് പൈസ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ ദൈനംദിന ജീവിതത്തിൽ ഒരു വീട്ടിൽ ചെയ്യുന്നത് പോലെ അത്രമാത്രം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അവരെ ഇനിയും കടത്തിൽ നിർത്താൻ ഇനിയും ഇപ്പം 3000 കോടിയാണ്, 2900 കോടി രൂപയാണ്. അത് 3000 ആവട്ടെ, 3500 ആവട്ടെ, 4000 ആവട്ടെ എന്ന് പറഞ്ഞാൽ സപ്ലൈകോ തകരും. സപ്ലൈകോ തകരുമ്പോൾ എന്താ പ്രശ്നം? അപ്പോ ഈ കരിഞ്ചന്ത അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് മാർക്കറ്റിന്റെ വില കൂടും. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഞാനൊക്കെ രൂക്ഷമായ വിമർശനമാണ്. ധനമന്ത്രി കെ എൻ ഗോപാലിനെ കഠിനമായ ഭാഷയിൽ വിമർശിച്ചാണ് 2 രൂപ അധികം നികുതി. കാരണം എന്താണ്? അന്ന് കോവിഡിന്റെ ബാക്കി സമയമാണ്, ഇങ്ങോട്ട് ജനം അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അതിനിടയിൽ ഇന്ധനവില അങ്ങ് പീക്ക് നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് 2 രൂപ വർധന. അന്ന് എനിക്കൊപ്പം ഞാൻ പറഞ്ഞ നിലപാടുകൾ ശരിയാണെന്ന് വാദിച്ചവരാണ് നിങ്ങൾ. അപ്പോൾ അന്ന് CPM പറഞ്ഞ എന്താണ്? അന്ന് താങ്കളുടെ സീറ്റിലിരുന്ന ഭരണപക്ഷക്കാരനായ CPM വിരോധി പറഞ്ഞ എന്താണ്? അവിടെ കേന്ദ്ര സർക്കാർ നമ്മളെ ഫണ്ടില്ലാതെ നമ്മളെ കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു, നമുക്ക് വരുമാനം വേണ്ടേ, ക്ഷേമ പെൻഷൻ കൊടുക്കണ്ടേ, അതുകൊണ്ട് 2 രൂപ എന്നാണ് പറയുന്നത്. അതേ ഭാഷ താങ്കൾ ഇപ്പോൾ പറയാണ്. അത് തന്നെയാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് പിടിച്ചുപറിയല്ല എന്ന നിലപാട് മാറ്റം നിങ്ങൾക്കുണ്ടായോ? രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഇല്ല, 2 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ ഈ 2 രൂപ അധിക സെസ്
കട്ട് ഡൗൺ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പൂർണ്ണമായും. ഞങ്ങൾ പറഞ്ഞത് എന്താ, അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിൽ എന്ന് ഞങ്ങൾക്ക് പഠിക്കണം. അതിന് ഒരാഴ്ച സമയം താന്നേ, ഒരാഴ്ചക്കുള്ളിൽ ധവളപത്രം വരില്ലേ. ആ ഇമ്പാക്റ്റിനെ എങ്ങനെയാണ് പാച്ചപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പഠിക്കണം. അത് പഠിക്കുക. അത് മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണോ ആവശ്യം, അതോ പ്രൈസ് കട്ട് ഡൗൺ ആണോ? എക്കണോമിക്കലി പറഞ്ഞാൽ പ്രൈസ് കട്ട് ഡൗൺ ചെയ്യുകയാണോ, മാർക്കറ്റിൽ കൂടുതൽ ഇടപെടുകയാണോ വേണ്ടത്? മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണ് വേണ്ടത് എന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധർ പറയുന്നതെങ്കിൽ സ്വാഭാവികമായി നമുക്ക് പ്രൈസ് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അതായത് ഈ 2 രൂപ സെസ് ഒഴിവാക്കാൻ പറ്റില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, ആ പൈസ കൂടി ഉപയോഗിച്ചുകൊണ്ട് സപ്ലൈകോ അടക്കമുള്ള പൊതു വിതരണ സംവിധാനം അതിനാവശ്യമായ പണം ആവശ്യമാണ്. അന്ന് ഞാൻ പിടിച്ചുപറി എന്ന് വിശേഷിപ്പിച്ചാണ് ആ സെസ്. ആ പിടിച്ചുപറി ഇപ്പോഴും നിങ്ങളുടെ സർക്കാർ തുടരുകയാണ്. ആ പിടിച്ചുപറി സർക്കാർ എന്താ ഭരണം മാറി പിടിച്ചുപറി അല്ലാതായോ? ഞാൻ അതിനകത്തൊരു ഒരു മുൻകാല ഉദാഹരണം അങ്ങനെ ഓർമ്മിപ്പിക്കാം. ഓണക്കാലത്ത് മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടി 260 കോടി രൂപയാണ് അതിന് തൊട്ടു മുമ്പുള്ള ബഡ്ജറ്റിൽ ബാലഗോപാൽ മാറ്റിവെച്ചത്. ഈ 260 കോടി രൂപ മാറ്റിവെച്ച ശേഷം അദ്ദേഹം എന്താ ചെയ്തത്, ഈ 2 രൂപയുടെ സെസ് വർദ്ധിപ്പിച്ചു. അപ്പോൾ കംപ്ലീറ്റ്ലി അൺഎക്കണോമിക്കൽ ആയിട്ടുള്ള ഡിസിഷനുകളാണ് ആ ഗവൺമെന്റ് എടുത്തത്. പക്ഷെ അങ്ങനെ എടുത്തു ചാടി വൈകാരികമായി ഇമോഷണൽ ഡിസിഷൻസ് എടുത്ത് മാർക്കറ്റിനെ, ഇക്കണോമിയെ തകർക്കുക എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോകാൻ തൽക്കാലം സാധിക്കില്ലെന്നേ. നമ്മളെ സംബന്ധിച്ച് മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് ഭംഗിവാക്ക് പറയുന്നില്ലെങ്കിലും നമ്മൾ വലിയ കടത്തിലാണ്. നമ്മുടെ പൊതു സംവിധാനം തന്നെ തകരുന്ന അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ എത്തിച്ചത് ആരാണ്? ഞങ്ങൾ വെറുതെ ഒരു സെക്കൻഡ് വെറുതെ ആരോപണം ഉന്നയിക്കല്ലോ ഹാഷ്മി. ഞങ്ങൾ തെളിവടക്കം പറയാം നിങ്ങളോട്, ഹാഷ്മിയോട്, കേരളത്തിന്റെ പൊതുസമൂഹത്തോട് എന്ന് ഞങ്ങൾ പറയുന്നില്ലേ? അതിനാണല്ലോ വൈറ്റ് പേപ്പർ വരുന്നത്. ആ വൈറ്റ് പേപ്പർ വരുമ്പോൾ ആരാണ് ഇതിന് തുരങ്കം വെച്ചത് എന്നത് മനസ്സിലാവില്ലേ? അതിനുശേഷം അത് പാച്ചപ്പ് ചെയ്യാൻ, അത് കറക്റ്റ് ചെയ്യാൻ എന്ത് മെഷീനറി വേണം എന്ന് ആ വൈറ്റ് പേപ്പർ പറയും. അത് ചെയ്യും. അതിൽ ഇപ്പോ സാമ്പത്തിക വിദഗ്ധരടക്കമുള്ളവർ പറയുന്നത് ഈ അടക്കം സൂചിപ്പിക്കുന്ന ഈ അധിക സെസ് ഉണ്ടല്ലോ, അത് കുറയ്ക്കുന്നതാണ് നല്ലത് എന്നൊരു ഡിസിഷനിലേക്കാണ് എത്തുന്നെങ്കിൽ അത് എത്തും. ഒരു സംശയം വേണ്ട, അതിലേക്ക് എത്തും. പക്ഷേ അങ്ങനെയല്ല. ഇതിപ്പോ അനിതര സാധാരണമായ ഒരു അവസ്ഥ, യുദ്ധത്തിന്റേതായിട്ടുള്ള വൈകാരിക പ്രഖ്യാപനമാവുന്ന എങ്ങനെയാണ്? അത് ജനത്തിനൊരു സർക്കാർ നൽകുന്ന സ്വാഭാവികമായ നീതിയാണ്. ആ സമയത്ത് 2 രൂപ വർധന അനീതിയായിരുന്നു. ആ അനീതി പിൻവലിക്കുന്നു. 2 രൂപയുടെ നീതി എന്ന് പറയുമ്പോൾ അത് വൈകാരികമാവില്ല. അങ്ങനെ ഞങ്ങൾ നികുതി ഭീകരത എന്ന് വിളിച്ചത് വൈകാരികതയാണ്. അങ്ങനെ ഞങ്ങൾ സൈക്കിളുമായി സഭയിലേക്ക് പോയത് വൈകാരികതയാണ്. അല്ലേ? ആ നികുതി ഭീകരതയുടെ സമയത്ത് ഈ പറയുന്ന എന്താണ് യുദ്ധത്തിന്റെ അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ടോ? സർക്കാരിനെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രതിസന്ധി അന്ന് ഉണ്ടോ? ഇല്ല. അന്ന് ജനത്തെ നേരിട്ട് ബാധിക്കുന്ന കോവിഡ് അടക്കമുള്ള വിഷയങ്ങളാണ് മുമ്പിലുണ്ടായിരുന്നത്. പക്ഷെ നിലവിൽ സർക്കാരിന്റെ ഈ പറയുന്ന ഫോറിൻ റെമിറ്റൻസ് അടക്കം സർക്കാരിന്റെ ഖജനാവിലേക്ക് വരാനുള്ള പണത്തെ ആകെ പിടിച്ചു വെക്കുന്ന രീതിയിൽ യുദ്ധത്തിന്റെ അവസ്ഥ ലോകത്താകെ ഉണ്ട്, ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ പ്രത്യേകമായുണ്ട്. കാര്യം നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഔട്ട് ഓഫ് ദ കാരണം യുദ്ധമാണെന്ന് കേന്ദ്രവാദം അങ്ങ് ആവർത്തിക്കല്ലേ? അങ്ങനൊന്നുമല്ല. ഞാൻ പറഞ്ഞു ഇതിനൊക്കെ കാരണം യുദ്ധമാണ് എന്നങ്ങ് ആവർത്തിക്കല്ലേ? കേന്ദ്രവാദമാണെന്ന് പറയുന്നത് അങ്ങനെയല്ല. അതൊന്നുമല്ല കാര്യം. ഞാൻ അങ്ങയിലേക്ക് എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.